വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. ഇപ്പൊ എന്നെ ഒട്ടും തന്നെ കാണാൻ പറ്റില്ല. ഞാൻ ലൈറ്റ് ചെറുതായിട്ട് മോശമായിട്ട് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചതാ. അപ്പോഴത്തേക്ക് നോക്കാൻ നേരത്തെ ഇതേ ലൈറ്റ് തന്നെ കാണാനില്ല. ഓക്കെ, ഗ്രേറ്റ്. മാച്ച് റിവ്യൂലേക്ക് നമുക്ക് കിടക്കാം. സോറി, ഞാനിപ്പോ കാരണത്താന്ന വീഡിയോ ചെയ്യണം, അപ്പൊ അതുകൊണ്ട് ലൈറ്റ് വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല. എന്തായാലും എന്റെ മുഖമൊക്കെ സ്ഥിരം കാണുന്നതല്ലേ, കുറച്ച് കണ്ടില്ലെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ചെൽസി വേഴ്സസ് LAFC 2-0 നമ്മൾ കളി ജയിച്ചു. അപ്പൊ അതിന്റെ കുറച്ച് പ്രധാന ഭാഗങ്ങളെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഡെലാപ്പിനെ കുറിച്ച് സംസാരിക്കണം. നമുക്ക് എൻസോ ഫെർണാണ്ടസ്, കോൾ പാൽമർ, നെറ്റോ, നോണി മാഡുവക്കെ, ജാക്സൺ, എല്ലാവരും കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് മൊത്തത്തിൽ പറയാനുണ്ട്. ഗെയിം മൊത്തത്തിലൊന്ന് വിലയിരുത്തി കഴിഞ്ഞ ഒരു പ്രീ സീസൺ മത്സരം. കാര്യമായിട്ട് പ്ലേയേഴ്സ് ഒന്നും എഫേർട്ട് ഇടുന്നില്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ മെന്റൽ മടുപ്പോടെയൊക്കെ ഇരുന്ന് കളിക്കുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ കിട്ടിയത്. നമ്മൾ കളിച്ചു, 2 ഗോള് നേടി, അത്രേ ഉള്ളൂ. ആ ഒരു ഫീലേ സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത കളി കളിക്കാന്നുള്ളത്. പിന്നെ ഒരു ക്ലബ് വേൾഡ് കപ്പ് അതിന്റെ ഒരു അന്തരീക്ഷം ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രൗഡൊക്കെ 22,000 എന്തായിരുന്നു ക്രൗഡ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ 250 പേരുണ്ടായിരുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ കിട്ടിയത് ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ ക്രൗഡുകളൊക്കെ കയറി വന്നിട്ടുണ്ടാവും. ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയാലേ ശരിക്കും പറഞ്ഞാൽ ക്ലബ് വേൾഡ് കപ്പിലേക്ക് ഒരു ഉഷാറ് വരുള്ളൂ. ഗ്രൂപ്പ് സ്റ്റേജസ് ഒക്കെ നമ്മളിങ്ങനെ വെറുതെ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ അവര് എതിർ ടീം LAFC അത്രയും മോശമായിട്ടൊന്നും കളിച്ചില്ല. അവര് നല്ലോണം കൗണ്ടർ അറ്റാക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ പ്രസൊക്കെ അവർ ബീറ്റ് ചെയ്യിപ്പിച്ച്. പക്ഷെ അവർ ചാൻസ് ക്രിയേഷനും ഫൈനൽ തേർഡിലും അവരുടെ എക്സിക്യൂഷൻ ഭയങ്കര മോശമായി പോയി. അത് പിന്നെ ഒരു ടീമിന്റെ ക്വാളിറ്റിയിലും കുറച്ചും കൂടെ ബെറ്റർ ആവാമായിരുന്നു അവരുടെ ഫിനിഷിംഗ് എന്ന് എനിക്ക് തോന്നി. പക്ഷെ അതില്ലാത്തതുകൊണ്ട് നമുക്ക് കൊള്ളാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നന്നായി. ആദ്യ പകുതി ബോറായിരുന്നു. 1 ടച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്ത് ബോർ അടിപ്പിച്ച് കൊല്ലുമായിരുന്നു. എനിക്ക് ഉറക്കം പറ്റുന്നു അത് പറഞ്ഞിട്ട്. പിന്നെ പെഡ്രോ നെറ്റോന്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, ജാക്സന്റെ നല്ലൊരു കളി, ഒരു അടിപൊളി ഒരു ജാക്സന്റെ വക ഒരു ത്രൂ ബോൾ പെഡ്രോ നെറ്റോ പോയി ഒരു ഷിമ്മി അടിച്ച് കട്ട് ചെയ്ത് ഒരു ഗോൾ അടിച്ച് 1-0. അത് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു പെഡ്രോ നെറ്റോനെ സംബന്ധിച്ച്. പിന്നെ നമ്മൾ കോൾ പാൽമർ അവിടെ എന്തൊക്കെയോ ശ്രമിക്കാൻ ചോദിച്ചു, നോണി മാഡോയ്ക്ക് എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഡെലാപ്പിനെ കൊണ്ടുവന്നു. ഡെലാപ്പിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. പിന്നെ ഡെലാപ്പിന്റെ ഒരു അസിസ്റ്റിൽ നിന്ന് എൻസോ ഫെർണാണ്ടസിന് ഒരു ഗോള്, അതോടെ 2-0. പിന്നെ അവസാനമായപ്പോൾ നെറ്റോന് ഒരു ഷൂട്ട് ചെയ്തെടുക്കാനൊക്കെ ഒരു അവസരം കിട്ടി. അത് കഴിഞ്ഞു. അങ്ങനെ എസുഗോന് കുറച്ച് നിമിഷങ്ങളൊക്കെ കിട്ടി കളിക്കാൻ വേണ്ടിയായിട്ട്. പെർഫോമൻസ് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ സാഞ്ചസ് ഒരു മണ്ടത്തരം കാണിച്ചു. അത് കാണിക്കാണ്ടിരിക്കാൻ പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ല. ഒരു മണ്ടത്തരം കാണിച്ചു. ഭാഗ്യമായിട്ട് നമുക്കതൊന്നും എഫക്ട് ചെയ്തില്ല. പിന്നെ കാര്യമായിട്ടൊന്നും ഇൻവോൾവ്മെന്റ് ഇല്ല. ടോസൻ ചാലവ വാസ് വെരി സോളിഡ്. ടോസൻ കുറച്ചും കൂടെ അഗ്രസീവ് ആയിരുന്നു. രണ്ടാമതൊരു യെല്ലോ കാർഡ് കിട്ടേണ്ടതായിരുന്നു. ടോസന് രക്ഷപ്പെട്ടതാണ്. കുക്രയ ആസ് യൂഷ്വൽ നമ്മുടെ കുക്രയ പോലെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. റീസ് ജെയിംസ് വാസ് ഗുഡ്. പെഡ്രോ നെറ്റോ വാസ് ഗുഡ്. കോൾ പാൽമർ അഗൈൻ ട്രൈങ് ടു മെനി തിങ്സ്, വലിയ ക്രിറ്റിസിസം അല്ല. ജാക്സൺ വാസ് ഗുഡ്. അവന്റെ ഫൈനൽ തേർഡ് കാര്യമായിട്ട് അവന് ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ബാക്കി പെഡ്രോ നെറ്റോയുടെ കൂടുതൽ അസിസ്റ്റും ഗെയിമിൽ മൊത്തത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റും ഒക്കെ അടിപൊളിയായിരുന്നു. നോണി മാഡുവക്കെയും അത്യാവശ്യം കുറെ ഡ്രിബിളൊക്കെ ചെയ്ത് 1-on-1 ടേക്ക് ഓൺ ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും സക്സസ്ഫുൾ ആയില്ല. പിന്നെ എൻസോ ഫെർണാണ്ടസ് സബായിട്ട് വന്നു. അവന്റെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. നമുക്ക് ഡെലാപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഡെലാപ്പ് വാസ് ഗുഡ്. അവൻ അസിസ്റ്റ് കൊടുത്തത് മാത്രമല്ല, അവൻ ഒരുപാട് ലിങ്ക് അപ്പ് ലൈന് വേണ്ടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അവൻ ഫസ്റ്റ് ടച്ച് പാസ് കൊടുക്കുന്നുണ്ട്. ഒരു തേർഡ് മാൻ പാസ് കൊടുക്കാൻ പറ്റിയാണ് ഡെലാപ്പ്. അവന് കൊടുക്കുക, അവൻ ബൗൺസ് ചെയ്തു, പിന്നെ ഒരു പാസ്. ഗുഡ് മച്ചാൻ. അവന്റെ ഓവറോൾ ലിങ്ക് അപ്പ്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ചെൽസിയിലെ ഫസ്റ്റ് ഗെയിം കളിക്കുന്ന ഒരു ഫീലും ഉണ്ടായിരുന്നില്ല. ഈസിലി താൻ തന്നെ ഒരു ടീമിലേക്ക് സെറ്റ് ചെയ്തൊരു ഫീലാണ് കിട്ടിയത്. ഇനിയിപ്പോ ഇത് കണ്ടിന്യൂ നമുക്ക് അറിയില്ല. പക്ഷെ ഫസ്റ്റ് ഗെയിം 30 മിനിറ്റ് ആ ഒരു കംഫർട്ട് കാണാനുണ്ടായി. അതോടെ തന്നെ പുള്ളിക്കാരൻ ഒരു നല്ലൊരു അസിസ്റ്റ്, ആ നല്ല അസിസ്റ്റ് തന്നെ ആയിരുന്നു അത്. പെനൽറ്റി ബോക്സിന്റെ പുറത്തുനിന്ന് ഒരു ക്രോസ് ഉള്ളിലേക്ക് ഇട്ടുക. ഇറ്റ് വാസ് എ ഗുഡ് അസിസ്റ്റ്. അസിസ്റ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. അതിൽ എളുപ്പത്തിലുള്ള ഒരു ബോൾ ഒന്നും ആയിരുന്നില്ല. എൻസോ ഫെർണാണ്ടസിന് നല്ലൊരു ഫിനിഷ് ആയിരുന്നു, നല്ലൊരു ബോൾ കൺട്രോൾ. പക്ഷെ ഓവറോൾ ഡെലാപ്പ് ലുക്ഡ് ശരിക്കും പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ ടീം. ലാവിയ വാസ് വെരി ഗുഡ്. പിന്നെ ആരൊക്കെയായിരുന്നു? ടൈറിക് ജോർജ്. എനിക്ക് അവരെ താല്പര്യം ഉണ്ടെങ്കിൽ അവനൊരു സീസൺ ലോണിൽ പോകണം. കാരണം ഒന്നാമത് ആ ചെക്കൻ ഫിസിക്കാലിറ്റി ഇല്ല, മെലിഞ്ഞുണങ്ങിയൊരു സാധനം. അവനൊരു 1-on-1 ഡ്രിബിളിംഗ് ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഇതുമായിട്ടില്ല. അവനെ ലോണിൽ വിടുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നും തോന്നുന്നില്ല. കാരണം അവന് ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇനി. അപ്പോ അവനെ ഒരുപാട് വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവന് ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഡെവലപ്പ് ചെയ്തൊന്നും എടുക്കണം എന്നുള്ളതൊരു
കാര്യമാണ്. അപ്പൊ അങ്ങനെ ആദ്യത്തെ മത്സരത്തിനെ കുറിച്ച് അങ്ങനെ വിശദമായിട്ടൊന്നും സത്യം പറഞ്ഞാൽ പറയാനില്ല. മൊത്തത്തിൽ ഇറ്റ് വാസ് ഓക്കെ. നമ്മൾ മത്സരം പ്രീ സീസൺ പോലെയൊക്കെ കണ്ടു. 2-0 നമ്മൾ ജയിച്ചു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മളിങ്ങനെ ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യങ്ങളോ അവസരമൊന്നും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സമാധാനം, വീണ്ടും ഒരു ചെൽസി ഗെയിം കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സമാധാനം. അതിനിടയ്ക്ക് വേറെ ട്രാൻസ്ഫർ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് കോമെന്റ്സ് എപ്പോഴത്തെ പോലെ മെൻഷൻ ചെയ്യുക. Thank you so much for watching. Signing off, SK from Chelsea Karen.